നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല ദിവസം എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു വരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരുപാട് സ്ത്രീകൾ, ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സംരംഭം, സ്ത്രീകളുടെ തന്നെയാണ്, ശബരിമല എന്നറിയപ്പെടുന്നു. അതിൽ ഇന്ന് കുറേ സ്ത്രീകൾ തലമുടി അഴിച്ചിട്ട് കൊണ്ടാണ് പൊങ്കാല അർപ്പിക്കുന്നത്. വളരെ വേദനാജനകമായ ഒന്നാണ്. കാരണം അവർ ചിന്തിച്ചു കാണില്ല. കാരണം എന്നും അങ്ങനെ തലകെട്ടി ഇപ്പോൾ ശീലമില്ലല്ലോ. അപ്പോൾ തലമുടി എന്തുകൊണ്ട് അഴിച്ചിടരുത് എന്നുള്ളതാണ്. ഒന്ന് ചിന്തിക്കുക, ഓരോ റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലെല്ലാം തന്നെ ഷെഫ് തലമുടി കെട്ടിവെച്ച് അതിലൊരു ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് ആഹാരം പാചകം ചെയ്യുന്നത്. എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കിയാലും അതിലൊരു തലമുടി വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഒരു അറുവെറുപ്പുണ്ട്, അറയ്ക്കുകയാണ് അത് കഴിക്കണോ എന്നുള്ളത്. എത്ര നല്ല ആഹാരമായാലും ശരി, എത്ര നല്ല പായസമായാലും ശരി, അതിൽ തലമുടി വീണ് കഴിഞ്ഞാൽ ഇനി പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒരുമിച്ച് മുടിയൊക്കെ അഴിച്ചിട്ട് പൊങ്കാല ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താകും എന്നുള്ളത് ചിന്തിക്കുക. കാരണം കാറ്റത്ത് തലമുടി താഴെ വീഴും, നമ്മൾ അറിയത്തില്ല. സ്ത്രീകൾ അന്യോന്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, മുടി താഴെ വീഴുകയാണ്, കാറ്റത്ത് പോയി അപ്പുറത്ത് തൊട്ടടുത്തുള്ള പൊങ്കാല കലത്തിനകത്ത് പോയി വീഴുകയാണ്, അതിനെ നേദിക്കുകയാണ്. ഇങ്ങനെ ഒരു കൂട്ടം ജനങ്ങൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് ഏവരും ചിന്തിക്കുക. ആയതിനാൽ ആ ഒരു ദിവസമെങ്കിലും ദയവായി സ്ത്രീകളെല്ലാം തന്നെ തലമുടി കെട്ടിവെച്ച് ഭക്തി ശ്രദ്ധാപുരസ്സരം പൊങ്കാല അർപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം ഈ ഒരു വിഷയം വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ്. ആയതിനാലാണ് ഇങ്ങനെ പറയുന്നത്. രണ്ടാമത്തേതായിട്ടുള്ള ഒരു ചിന്ത, പൊങ്കാല അർപ്പിക്കുമ്പോൾ സ്ത്രീകളെല്ലാം തന്നെ കൂട്ടം കൂടിയിരുന്ന് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് സംസാരം, ഭക്തിയും ശ്രദ്ധയും പതിയെ ഇല്ലാതാകുകയാണ്. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക, നമ്മളിലേക്ക് ഒരു പ്രാർത്ഥന ഒരു വർഷം വെയിറ്റ് ചെയ്ത ശേഷം ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുവാനായിട്ട് അവിടേക്ക്, ആ സന്നിധിയിലേക്ക് പല ദേശത്തു നിന്നും സ്ത്രീകൾ വരുന്നു. ഭക്തിയും ശ്രദ്ധയുമാണ് ഇവിടെ പ്രധാനം. ഈ വാക്കുകളെല്ലാം മാറ്റി അധികം സംസാരമൊന്നുമില്ലാതെ പൊങ്കാല അർപ്പിച്ച് നോക്കുക. തീർച്ചയായിട്ടും മനസമാധാനം ലഭിക്കും എന്നുള്ളതാണ്. അവസാനമായി ഒരു കാര്യം കൂടി, ആധ്യാത്മികത ഇല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് നീങ്ങുവാനായി കുറച്ചു പേർക്കെങ്കിലും ആഗ്രഹമുണ്ടാവും. തീർച്ചയായിട്ടും വയസ്സാകുകയാണ്, മെച്യൂരിറ്റി കൂടുകയാണ്. അപ്പോഴാണ് നാം ചിന്തിക്കുന്നത് എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, ഈ കർമ്മഫലം അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു കാര്യം, പൊങ്കാല ദിവസം സാധിക്കുമെങ്കിൽ, വീണ്ടും പറയുകയാണ്, സാധിക്കുമെങ്കിൽ മൗനവ്രതം ഇരിക്കുക. മൗനമായിട്ടിരുന്നു കൊണ്ട് ആ പൊങ്കാല അർപ്പിക്കുക. മനസ്സ് തീർച്ചയായിട്ടും എലിവേറ്റഡ് ആകും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. മനസമാധാനം, ആനന്ദം ഇതെല്ലാം തന്നെ സ്വയം അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഇത് കുറച്ച് പേരെങ്കിലും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മറ്റുള്ളവരിലേക്കും ഈ ഒരു ചിന്ത എത്തിക്കുക. ആധ്യാത്മികത മുന്നോട്ട് നീങ്ങുമ്പോൾ അവനവൻ്റെ ഉള്ളിലേക്കാണ് നാം നോക്കുന്നത്. ഉള്ളിൽ ചെല്ലുവാനായിട്ട് മൗനവ്രതം ഏറെ സഹായിക്കും എന്നുള്ളതിൽ തർക്കമില്ല. ഏവർക്കും പരീക്ഷിച്ച് നോക്കാം. നമസ്കാരം.